പ്രതിഷേധങ്ങൾ ശക്തമായതോടെ പോലീസിലെ അമിത ജോലിഭാരത്തെക്കുറിച്ച് പഠനം നടത്താൻ സർക്കാർ. ഇതിനായി ആഭ്യന്തര വകുപ്പ് പ്രത്യേക സമിതി രൂപീകരിക്കും. പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം മുഖ്യമന്ത്രി നേരിട്ട് വിളിക്കാനും ആലോചനയുണ്ട്. ജനം ഇംപാക്ട് വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, എന്തായാലും പ്രതിഷേധങ്ങൾ ശക്തമായതോടെ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ പോലീസിലെ അമിത ജോലിഭാരം, അതിനെ തുടർന്നുണ്ടാകുന്ന സമ്മർദ്ദം, അതിനെ തുടർന്നുണ്ടാകുന്ന ആത്മഹത്യകൾ, ജോലി വിട്ടുപോകൽ, അതിനെക്കുറിച്ചൊക്കെ പഠനം നടത്താൻ സർക്കാർ വീണ്ടും തയ്യാറായി എന്നുള്ളതാണ്. നേരത്തെയും പഠനങ്ങളൊക്കെ നടന്നതാണ്. പക്ഷേ കുറച്ചുകൂടി കാര്യക്ഷമമായി അത് നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും അതിന് തയ്യാറായിരിക്കുകയാണ്. നമുക്കിതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, 5 വർഷത്തിനിടെ 82 പേർ, 2 ആഴ്ചക്കിടെ ഏതാണ്ട് 6 പേർ. അങ്ങനെ പോലീസിൽ ആത്മഹത്യകളും സ്വയം വിരമിക്കലും ഒക്കെ തുടരുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തുടർ വാർത്താ പരമ്പരകൾ ജനം TV നൽകിയിരുന്നു. ഈ വാർത്തകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് അത് പോലീസിലും കേരള സമൂഹത്തിലും വലിയ ചർച്ചകൾക്കൊക്കെ വഴിവെച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു നടപടി വന്നിരിക്കുന്നത്. ഈ വിഷയങ്ങൾ, പ്രത്യേകിച്ച് പോലീസിലെ ഈ എല്ലാ പോലീസുകാരുടെ പ്രധാന പ്രശ്നമായ അമിത ജോലിഭാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പഠിക്കാൻ വേണ്ടി ഒരു പ്രത്യേക സമിതി രൂപീകരിക്കാൻ ആഭ്യന്തര വകുപ്പ് തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ സമിതിയുടെ രൂപീകരണം ഉടൻ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതുവരെ ഉണ്ടായിട്ടുള്ള പല സമിതികളുമുണ്ട്. പ്രത്യേകിച്ച് പോലീസിൻ്റെ പ്രശ്നങ്ങൾ പഠിക്കാൻ, അവിടുത്തെ വിഷയങ്ങൾ പഠിക്കാൻ പല സമിതികളും രൂപീകരിച്ചിരുന്നെങ്കിൽ അതൊന്നും ഫലപ്രദമാകാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പോലീസിലെ യൂണിഫോം ഉദ്യോഗസ്ഥരെ ഒഴിവാക്കി മിനിസ്റ്റീരിയൽ സ്റ്റാഫിനെ മാത്രം വെച്ചുകൊണ്ടുള്ള സമിതികളായിരുന്നു ഇവയൊക്കെ. അതുകൊണ്ട് തന്നെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്ത് എന്നുള്ള കാര്യങ്ങളിൽ ഒരു കൃത്യമായ ബോധ്യം കൊണ്ടുവരാൻ ഈ സമിതിക്ക് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് പുതിയ സമിതി വീണ്ടും രൂപീകരിക്കുന്നത്. ഈ സമിതിയിൽ എന്തായാലും പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രധാനമായിട്ടും പോലീസുകാരുടെ അംഗബലം, അവരുടെ ഡ്യൂട്ടി ടൈം, നിലവിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, ഈ ജോലി സംബന്ധമായിട്ടുള്ള മറ്റ് വിഷയങ്ങൾ എന്നിവയെല്ലാം, അതോടൊപ്പം തന്നെ SHOമാരായി CIമാരെ നിയമിച്ചതിന് ശേഷമുള്ള സാഹചര്യം എന്നിവയെല്ലാം ഈ സമിതിയുടെ പരിഗണനാ വിഷയങ്ങളായി വരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി നേരിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ യോഗങ്ങൾ വിളിക്കുന്നതിനെ സംബന്ധിച്ചും വകുപ്പിൽ ആലോചനയുണ്ട്. അങ്ങനെ പോലീസുകാരുടെ ആത്മഹത്യാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്, പോലീസുകാരിലെ ആത്മഹത്യ പെരുകുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഒടുവിൽ ഒരു നടപടിക്ക് തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനു മുൻപ് ജനം TV ഈ വാർത്താ പരമ്പരകൾക്ക് പിന്നാലെ മനുഷ്യാവകാശ കമ്മീഷൻ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. മനുഷ്യാവകാശ കമ്മീഷൻ സർക്കാരിൽ നിന്ന്, ആഭ്യന്തര വകുപ്പിൽ നിന്നും പോലീസിൽ നിന്നും റിപ്പോർട്ട് തേടിയിരുന്നു. ഈ വരുന്ന ജൂലൈ 24-ന് കോഴിക്കോട് നടക്കുന്ന സിറ്റിംഗിൽ കമ്മീഷൻ ഈ വിഷയം പരിഗണിക്കാനിരിക്കുകയാണ്. സർക്കാർ പോലീസുകാരുടെ ആത്മഹത്യയെ പറ്റിയുള്ള അല്ലെങ്കിൽ പോലീസുകാർക്ക് നേരിടുന്ന ജോലിഭാരം അടക്കമുള്ള വിഷയങ്ങളെപ്പറ്റി പഠിക്കാൻ ഒരു പ്രത്യേക സമിതി രൂപീകരിക്കുന്നത്. നമുക്കറിയാം, ഏതാണ്ട് 5 വർഷത്തിനിടെ 82 പോലീസുകാർ ആത്മഹത്യ ചെയ്യുന്നു. സ്വയം വിരമിക്കുന്നവരുടെ എണ്ണം കൂടുന്നു. കഴിഞ്ഞ 2 വർഷത്തിനിടെ മാത്രം 100 പോലീസുകാരാണ് സ്വയം വിരമിക്കൽ പ്രോസസ്സുകൾ മുന്നോട്ട് പോയിട്ട് സേന വിട്ടുപോയത്. ഇനിയിപ്പോൾ ഏതാണ്ട് 167ഓളം പേർ ഈ അപേക്ഷ നൽകി കാത്തിരിക്കുന്നവരുണ്ട്. ഇത് ഈ മാനസിക സമ്മർദ്ദം വിഷാദ രോഗത്തിലേക്ക്, ഡിപ്രഷനിലേക്കൊക്കെ കൊണ്ടുപോകുന്നു. മാത്രമല്ല അതിനുശേഷം ആത്മഹത്യ, അത് ഒട്ടും നമുക്ക് ആലോചിക്കുമ്പോൾ അംഗീകരിക്കാൻ സാധിക്കാത്തതാണ്. പ്രജിത്ത്, ഇങ്ങനെയുള്ള സ്റ്റഡീസൊക്കെ നടക്കും. പക്ഷേ ഈ ഒരു പഠന റിപ്പോർട്ട് മുന്നോട്ട് വെക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ, ഇതിന് പരിഹാരം എന്നോണം അതുകൂടി നടപ്പിലാക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. കൃത്യമായി പറയുകയാണെങ്കിൽ അത് എത്രത്തോളം ഫലവത്താകുമെന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോഴും ആശങ്കയുണ്ട്. കാരണം പോലീസിൻ്റെ അംഗബലമാണ് ഒന്നാമത്തെ പഠന വിഷയം എന്ന് പറഞ്ഞത്. പോലീസിൻ്റെ അംഗബലം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യത്തിന് ഈ പഠന റിപ്പോർട്ടുകളുടെ ഒന്നും അടിസ്ഥാനമില്ലാതെ തന്നെ കാലങ്ങളായിട്ടുള്ളൊരു നിലനിൽക്കുന്ന ഒരു ആവശ്യമാണ്. പല സംവിധാനങ്ങളും, പല ഏജൻസികളും, പ്രതിപക്ഷം പോലും അല്ലെങ്കിൽ മറ്റ് സംഘടനകൾ പോലും ഒക്കെ ഈ വിഷയത്തിൽ ആവശ്യപ്പെട്ടതാണ്. കേരളത്തിൽ ആവശ്യത്തിന് പോലീസുകാരില്ല എന്നുള്ളത് പോലീസുകാരുടെ അസോസിയേഷനുകൾ പോലും പലവട്ടം സർക്കാരിന് മുന്നിൽ വെച്ച വിഷയമാണ്. അത് നമ്മൾ പല ഘട്ടങ്ങളിലും കണ്ടതാണ്. കാരണം കേരളത്തിൽ ഒരു VIP ഡ്യൂട്ടി വന്നാൽ ശബരിമലയിൽ പോലും ആൾ ഡ്യൂട്ടിക്കിടാൻ പോലീസുകാരില്ല എന്നുള്ള സാഹചര്യം കഴിഞ്ഞ മണ്ഡലകാലത്തൊക്കെ നമ്മൾ കണ്ടതാണ്. അത്രയധികം ഷോർട്ടേജ് സംസ്ഥാന പോലീസിലുണ്ട്. എന്നിട്ട് കൂടി CPO നിയമനത്തിനടക്കം റാങ്ക് ലിസ്റ്റിലടക്കം വന്ന പ്രശ്നങ്ങൾ കണ്ടതാണ്. അവർക്ക് നിയമനം കിട്ടാത്ത സാഹചര്യങ്ങൾ കണ്ടതാണ്. ഉദ്യോഗാർത്ഥികൾ കേരളത്തിൽ സെക്രട്ടേറിയറ്റിന് പഠിക്കൽ സമരം ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലും കേരളം ചർച്ച ചെയ്തു. പക്ഷേ പോലീസിൻ്റെ അംഗബലം കൂട്ടുന്നതിനുള്ള നടപടികൾ എവിടെയും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെയാണ് പോലീസുകാരുടെ ജോലി സമയം സംബന്ധിച്ച വിഷയങ്ങൾ, അവർ പരിഗണിക്കുന്ന വിഷയങ്ങൾ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ, പോലീസുകാർക്ക് മുന്നിലേക്ക് പ്രത്യേകിച്ച് ഈ കേസുകളുടെ എണ്ണമൊക്കെ കൂടി വരുന്ന സാഹചര്യമുണ്ട്. സംസ്ഥാനത്ത് ക്രിമിനൽ ആക്ടിവിറ്റി കൂടി വരുന്ന സാഹചര്യമുണ്ട്. ക്രൈം കേസുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുന്നു. ലഹരി മാഫിയ പിടിമുറുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. ഇതിനൊന്നും ആവശ്യത്തിന് പോലീസുകാരില്ല. ഈ പ്രശ്നങ്ങൾ നേരിടാൻ പോലും ലോക്കൽ സ്റ്റേഷനുകളിൽ പോലും
സ്റ്റേഷൻ നടപടികൾക്ക് അല്ലെങ്കിൽ സ്റ്റേഷന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്ര പോലും പോലീസുകാരില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെയാണ് പോലീസുകാർ നേരിടുന്ന മറ്റൊരു വലിയ പ്രശ്നമാണ് മേലുദ്യോഗസ്ഥർ മുതൽ രാഷ്ട്രീയക്കാർ വരെയുള്ള ആളുകളുടെ നിന്നുള്ള സമ്മർദ്ദം അവർ നേരിടുന്നുണ്ട്. ഇപ്പോൾ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർക്ക് മുകളിലിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് താല്പര്യമുള്ള രീതിയിൽ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ അത് സമ്മർദ്ദമുണ്ടാക്കുന്നു. അല്ലെങ്കിൽ ചെറിയ മിസ്റ്റേക്കുകൾക്ക് പോലും ചെറിയ തെറ്റുകൾക്ക് പോലും സാധാ പോലീസുകാരെയോ SI-മാരെയോ CI-മാരെയോ ഒക്കെ അവർക്ക് മുകളിൽ നിൽക്കുന്ന IPS റാങ്കുകളിലേക്കുള്ള ഉദ്യോഗസ്ഥരൊക്കെ വലിയ കടുത്ത ശിക്ഷ നൽകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. കടുത്ത അച്ചടക്ക നടപടികൾക്ക് വിധേയമാക്കുന്ന സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെയാണ് രാഷ്ട്രീയക്കാരെ പിണക്കാൻ പറ്റാത്ത സാഹചര്യം. ഇത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ശരി, ഭരണത്തിലുള്ളവരാണെങ്കിലും ശരി, ഭരണത്തിലില്ലാത്തവരാണെങ്കിലും ശരി, പലപ്പോഴും പോലീസിനെ സമ്മർദ്ദത്തിലാക്കുന്ന പല സാഹചര്യങ്ങളുമുണ്ട്, ഉദ്യോഗസ്ഥരെ സമ്മർദ്ദത്തിലാക്കുന്ന പല സാഹചര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഈ സേനയിൽ തന്നെയുള്ള ചില പുഴുക്കുത്തുകളുണ്ട്, സേനയിൽ തന്നെയുള്ള ചില തെറ്റായ പ്രവണതകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് മറ്റുദ്യോഗസ്ഥർ നേരിടുന്ന സമ്മർദ്ദങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നിലനിൽക്കുന്നു. ഈ വിഷയങ്ങളൊക്കെ പരിഗണിക്കാനോ അല്ലെങ്കിൽ പഠിച്ചോ ഇല്ലാതാക്കാനോ ഈ ഒരു പഠന റിപ്പോർട്ട് കൊണ്ട് സാധിക്കുമോ എന്നുള്ള ചോദ്യം എന്തായാലും ബാക്കിയാണ്. പക്ഷേ ഇത്രയും കാലം ഈ രീതിയിൽ വാർത്താ പരമ്പരകളൊക്കെ പുറത്തുവിട്ടിട്ട് അല്ലെങ്കിൽ നിരവധി വാർത്തകളൊക്കെ നൽകിയിട്ട് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടി ഉണ്ടാകുന്നു എന്നുള്ളതാണ്, ഏറെ വൈകിട്ടാണെങ്കിൽ ഒരു നടപടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്കൊരു ആശ്വാസമായി പറയാൻ കഴിയുന്നത്. കാരണം പോലീസിലെ തെറ്റായ പ്രവണതകൾ മാത്രമല്ല, തങ്ങളുടെ ഡ്യൂട്ടി നിറവേറ്റുന്നതുമായി ബന്ധപ്പെട്ട് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ കൂടി കേരളം ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിന് പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അതിന് സർക്കാരിനും പൊതുസമൂഹത്തിനും എല്ലാം ഉത്തരവാദിത്വമുണ്ട്. എന്തായാലും അത്തരമൊരു നടപടിയിലേക്ക് സർക്കാർ കടക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ആശ്വാസകരമായ കാര്യം. അതെ അതെ, ജനം നൽകിയ വാർത്തയെ തുടർന്ന് ഇങ്ങനെ നടപടി എന്നുള്ളതും കൂടി സന്തോഷമുള്ള കാര്യമാണ് വ്യക്തിപരമായി. പക്ഷേ ഈ പഠന റിപ്പോർട്ടിൽ വരുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അതുകൂടി കണ്ടെത്തേണ്ടതിൻ്റെ ആവശ്യകതയും കൂടി ഈ ഒരു മണിക്കൂറിൽ ഓർമ്മിപ്പിക്കുകയാണ്. പ്രജിത് മോഹനാണ് വിവരങ്ങൾ നൽകിയത്.